ഇന്നലെ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് പറയാണ്, ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്, എന്നോട് പറ്റുന്നില്ല എന്നുള്ളത്. നമുക്കൊക്കെ ഉണ്ടാവും, ഒരുപാട് പഠിക്കാനുണ്ട്. എക്സാം ആണെങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് വരുന്നത്. അതിന് മുമ്പേ ആയിട്ട് പഠിച്ചു തീർക്കാനുള്ള ഒരു ബൾക്ക് ക്വാണ്ടിറ്റി കണ്ട് നമ്മൾ പേടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഒന്നും പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല, തലയിൽ നിൽക്കുന്നില്ല, പെട്ടെന്ന് മറന്നു പോവുക. ഇനി പഠിക്കുന്നതാണെങ്കിൽ ഈ പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി ഒക്കെ വളരെ കുറവ്. നമ്മൾ അതുവരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഇക്വേഷൻസ് ഒന്നും നമുക്ക് അപ്പം ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ സിറ്റുവേഷൻ, ഇതിനാണ് നമ്മൾ ബേൺ ഔട്ട് സിൻഡ്രോം എന്ന് പറയാം. നിങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും. ഇതിനെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ സിറ്റുവേഷന് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പഠിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളെ ഒന്ന് നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. അത്യാവശ്യം നിർബന്ധമായും പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കുക. ആ സെലക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും സ്പ്ലിറ്റപ്പ് ചെയ്യുക. എന്നിട്ട് റെഗുലർ ഇൻ്റർവെൽസിൽ കുറച്ച് പഠിച്ച് തീർക്കുക. പൊമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റെഗുലർ ഇൻ്റർവെൽസിൽ ബ്രേക്ക് എടുത്തുകൊണ്ട് പഠിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 45 മിനിറ്റ് നമ്മൾ പഠിക്കുന്നു, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു, വീണ്ടും 45 മിനിറ്റ് പഠിക്കുന്നു, 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു. അപ്പോൾ ഈ സ്ട്രെസ് ലെവൽ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ തന്നെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ഒരുപാട് തോട്ട്സ് മൈൻഡിലേക്ക് കൊണ്ടുവരാതിരിക്കാം. എക്സാം വന്നാൽ എന്താവും, എനിക്ക് എഴുതാൻ പറ്റുമോ, ഇങ്ങനെ അൺവാണ്ടഡ് ആയ തോട്ട്സ് മാറ്റി വെച്ചിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയും അത് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ബേൺ ഔട്ട് സിൻഡ്രത്തിൽ നിന്ന് നമുക്ക് ഓവർകം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.